So Commonwealth of Nations is the multinational, multiracial, multi-religious and multi-linguistic association. അപ്പോൾ എന്താണ് കോമൺവെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്? മൾട്ടിനാഷണൽ ആയിട്ടുള്ള, മൾട്ടി റേഷ്യലായ, മൾട്ടി റിലീജിയസ് ആയ, മൾട്ടി ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ളൊരു അസോസിയേഷൻ ആയിരുന്നു ഏതാണ് കോമൺവെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് അസോസിയേഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സംഘടനയായിരുന്നു ഏതാണ് കോമൺവെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്നത്. സോ ഇൻ ദ ബിഗിനിങ് ദ കോമൺവെൽത്ത് ഓഫ് നേഷൻസ് വാസ് നോൺ ആസ് ബ്രിട്ടീഷ് കോമൺവെൽത്ത്. അപ്പോൾ ആദ്യകാലത്ത് എന്ത് ചെയ്ത് അറിയപ്പെട്ടിരുന്നത് ഏതാ ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ്റെ കോളനികളായിരുന്ന എല്ലാ രാജ്യങ്ങളും കൂടി ചേർത്തുകൊണ്ടാണ് എന്താ കോമൺവെൽത്ത് ഓഫ് നേഷൻസ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്ത് ചെയ്ത് രൂപീകരിച്ചിരിക്കുന്നത്. ബ്രിട്ടൻ ഉൾപ്പെടെയാണ്. ദ ഐഡിയ ഓഫ് ബ്രിട്ടീഷ് കോമൺവെൽത്ത് ഫസ്റ്റ് അക്സെപ്റ്റഡ് അറ്റ് ദ ഇംപീരിയൽ കോൺഫറൻസ് ഹെൽഡ് ഇൻ 1926. 1926 ഇംപീരിയൽ കോൺഫറൻസിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത് ഈ കോമൺവെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ എന്ത് ചെയ്യുന്നത് കൊണ്ടുവരും. ഇറ്റ് വാസ് ആൻ ആനുവൽ കോൺഫറൻസ് ഓഫ് ദി representatives of the countries within the British Empire. അപ്പോൾ ഈ ഇമ്പീരിയൽ കോൺഫറൻസ് എന്ന് പറയുന്നത് ഒരു ആനുവൽ കോൺഫറൻസ് ആണ്. ഇതിൽ പങ്കെടുത്ത ആളുകളെന്ന് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി വരുന്ന രാജ്യങ്ങളിലെ പ്രതിനിധികളായിരുന്നു ഇതിൽ പങ്കെടുത്തിരുന്നത്. ഈ ഇമ്പീരിയൽ കോൺഫറൻസിൽ പങ്കെടുത്തു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സംഘടന രൂപീകരിക്കുക എന്ത് ചെയ്യുന്നത് തീരുമാനം. But it had given a legal shape only in 1937. പക്ഷേ 1937 എന്ത് ചെയ്തത് ഇതിന് ഇപ്പോൾ 1926 ഇത് രൂപീകരിക്കുന്ന ഒരു ചർച്ച ഉണ്ടായെങ്കിൽ പോലും ഇതിന് രൂപം നൽകിയത് 1937 The Commonwealth of Nations consisting of only Britain, the Dominions and other territories. ഈ കോമൺവെൽത്ത് ഓഫ് നേഷൻസിനകത്തുള്ള അംഗങ്ങളെന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ ഡോമിനൻസ്, ബ്രിട്ടൻ്റെ കീഴിൽ വരുന്ന രാജ്യങ്ങളും അതിലുള്ള ടെറിട്ടറീസും ബ്രിട്ടനും ചേർന്നാണ് എന്ത് ചെയ്തത് ഈ ഒരു കോമൺവെൽത്ത് ഓഫ് നേഷൻസ് രൂപീകരിച്ചത്. ദ കോൺഫറൻസ് ഓഫ് 1931 recognized the states of Dominion and defined the relations of British Crown to the Dominion. അപ്പോൾ ഈ 1931 കോൺഫറൻസിൽ വെച്ചിട്ട് എന്ത് ചെയ്തു ഈ ഡൊമിനിയൻ്റെ സ്റ്റാറ്റസ് ഇവരെന്ത് ചെയ്യുന്നു അംഗീകരിക്കുകയും, ഡൊമിനിയൻ എന്ന് വെച്ചാൽ പുത്രിക രാജ്യങ്ങളെന്ന് പറയും, ബ്രിട്ടൻ്റെ കീഴിൽ വരുന്ന രാജ്യങ്ങൾ. അപ്പോൾ അവരുടെ പിന്നെ സ്റ്റാറ്റസിനെ അവർ അംഗീകരിക്കുകയും അതുപോലെ തന്നെ എന്താണ് ബ്രിട്ടീഷ് ക്രൗണും ഈ ഡൊമിനിയനുമായുള്ള ബന്ധത്തെ അവരെന്ത് ചെയ്തു ഡിഫൈൻ ചെയ്യുകയും ചെയ്തു. ദ other territories in the British Empire to remain colonies on the other territories in the British Empire to remain colonies on protectorate. അപ്പോൾ ബാക്കി വരുന്ന ഏരിയാസ് എന്ത് ചെയ്യുന്നു പ്രൊട്ടക്ടറേറ്റ് എന്ന പേരിൽ എന്ത് ചെയ്തു ഈ അസോസിയേഷൻ്റെ ഭാഗമായി നിലനിന്നു. So they could take up membership in the Commonwealth when they attained full self-government. ഈ ടെറിട്ടറീസിന് എന്ത് ചെയ്യാം ഈ കോളനികൾക്ക് ഒരു സെൽഫ് ഗവൺമെൻറ് ഉണ്ടാകുന്നത് എപ്പോഴാണോ അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം ഈ കോമൺവെൽത്ത് ഓഫ് നേഷൻസിൽ അവർക്ക് എന്ത് കിട്ടും മെമ്പർഷിപ്പ് കിട്ടും. The members of the Commonwealth are autonomous communities and equal in status. ഈ കോമൺവെൽത്ത് ഓഫ് നേഷൻസിലെ അംഗങ്ങളെന്ന് പറയുന്നത് ഓട്ടോണമസ് സ്വതന്ത്ര പരമാധികാരമുള്ള പ്രദേശങ്ങളോ അല്ലെങ്കിൽ രാജ്യങ്ങളായിരുന്നു. അവർക്ക് ഈക്വൽ ആയിട്ടുള്ള സ്റ്റാറ്റസ് ആയിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. ദ കോമൺവെൽത്ത് ഹാസ് നോ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലിഖിതമായൊരു ഭരണഘടന ഇവർക്കില്ലായിരുന്നു. ഈച്ച് മെമ്പർ കൺട്രി ഹാസ് ദ ഫ്രീഡം ടു ഡിറ്റർമൈൻ ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓരോ അംഗരാജ്യങ്ങൾക്കും എന്ത് ചെയ്യാം അവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ് തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. Even when all countries are agreed in accepting the British Crown as the head of the Commonwealth. അങ്ങനെയാണെങ്കിൽ പോലും എന്താണ് ഈ എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യുന്നു ബ്രിട്ടീഷ് ക്രൗണിനെ ഇതിൻ്റെ കോമൺവെൽത്തിൻ്റെ ഹെഡായിട്ട് അംഗീകരിക്കുന്നു എങ്കിൽ പോലും ഇറ്റ്സ് ഏർലിയസ്റ്റ് മെമ്പേഴ്സ് ലൈക്ക് കാനഡ, ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് recognized the
ruler of England as the titular head of their states. സർ ഇംഗ്ലണ്ടും കാനഡയൊക്കെ എങ്ങനെ ഇത് വന്നു? ഇംഗ്ലണ്ട് കാനഡയൊക്കെ കോളനി ആയിരുന്നു. അത് ശരി. അല്ല, ഇംഗ്ലണ്ട് അല്ല, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡയൊക്കെ പറഞ്ഞല്ലോ സാർ. കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇവർ മൂന്നും എന്താ ഇംഗ്ലണ്ടിൻ്റെ കോളനി ആയിരുന്നു. അപ്പോൾ ഇവിടെ കൈവെക്കാത്ത സ്ഥലമൊന്നും ഇല്ല, എല്ലാ മേഖലകളിലും അവർക്ക് എന്താ ആധിപത്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ എന്താണ് എല്ലാ രാജ്യങ്ങളും എന്താണ് ബ്രിട്ടീഷ് ക്രൗണിൻ്റെ ഹെഡിനെ കോമൺവെൽത്തിൻ്റെ ഹെഡ് ബ്രിട്ടീഷ് ക്രൗണിനെ പിന്നെ കോമൺവെൽത്തിൻ്റെ ഹെഡായിട്ട് എന്ത് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. ടിറ്റുലർ ഹെഡായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. എങ്കിൽ പോലും ഇവരുടെ ഏർലിയർ മെമ്പേഴ്സ് ആയിരുന്നു കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്. അവരെന്ത് ചെയ്തു, ഈ റൂളർ ഓഫ് ഇംഗ്ലണ്ടിനെ അവരുടെ സ്റ്റേറ്റുകളുടെ ടിറ്റുലർ ഹെഡായിട്ട് എന്ത് ചെയ്തു, അക്സെപ്റ്റ്. അതായത് പിന്നെ നമ്മൾ കാനഡയിലെയും ഓസ്ട്രേലിയയിലെയും ഗവർണർ ജനറൽസിനെ ഇപ്പോഴും തീരുമാനിക്കുന്ന ആരാണ്? ബ്രിട്ടൻ ക്രൗണർ കിങ് ഓർ ക്യൂനാണ് ഇപ്പോഴും. ആണ് ഹെഡിറ്ററി ആണ്, സോറി നോമിനേറ്റഡ് എക്സിക്യൂട്ടീവ് ഹെഡാണ് എപ്പോഴും അവിടെ കാനഡയിലും പിന്നെ അതുപോലെ ഓസ്ട്രേലിയയിലും വരുന്നത്. അപ്പോൾ അവർക്ക് ഗവർണർ ജനറൽസിനെ എന്ത് ചെയ്യുന്നു, നിയമിക്കുന്നത് അല്ലെങ്കിൽ നാമനിർദ്ദേശം ചെയ്യുന്നത് ബ്രിട്ടീഷ് ക്രൗൺ ഓർ കിങ് ഓർ ക്യൂനായിരിക്കും. ഇപ്പോഴും ആ ബന്ധം അവർക്കുണ്ട്. സോ but the head of these states were appointed by the British Crown in the recommendation of the state cabinet. അത് നമ്മൾ പറഞ്ഞേ ഉള്ളൂ. സ്റ്റേറ്റ് ക്യാബിനറ്റിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ ഓസ്ട്രേലിയ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിനെ എന്ത് ചെയ്യുന്നു, നോമിനേറ്റ് ചെയ്യുന്നു. ഇനി ആൾമോസ്റ്റ് ആൾ ദ മെമ്പേഴ്സ് ഓഫ് ദ കോമൺവെൽത്ത് ഹാവ് അഡോപ്റ്റഡ് ഫോർ ദ പാർലമെൻ്ററി ഫോം ഓഫ് ഡെമോക്രസി വിത്ത് എ ക്യാബിനറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ് ഡീൽഡ് ബൈ ആൻഡ് റെസ്പോൺസിബിൾ ടു ദ കൺട്രീസ് ലെജിസ്ലേച്ചർ. അപ്പോൾ ഈ ഭൂരിപക്ഷമുള്ള എല്ലാ കോമൺവെൽത്ത് രാജ്യങ്ങളിലും അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഫോം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്നത് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ആണ്. അത് പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് ജനാധിപത്യ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ് സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്ന് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അവർ വേണം എന്ത് ചെയ്യേണ്ടത്, രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ട. അവർക്ക് അവിടുത്തെ ലെജിസ്ലേച്ചറുമായിട്ട് എന്താ ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്വം എന്ത് ചെയ്യണം, അവർക്കുണ്ടാവുകയും വേണം. ഇനി ദ കൺട്രീസ് ഓഫ് ദി കോമൺവെൽത്ത് മെയിൻറ്റെയിൻ ഡിപ്ലോമാറ്റിക് റിലേഷൻസ്. ഈ കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡിപ്ലോമാറ്റിക് നയതന്ത്രപരമായ ബന്ധം അവരെന്ത് ചെയ്യണം, കാത്തു സൂക്ഷിക്കണം. their ambassadors to members country are designed high commissioners. അതുകൊണ്ട് അംബാസിഡേഴ്സ് എന്നും ഹൈ കമ്മീഷണേഴ്സ് എന്നുമുള്ള ഡിപ്ലോമാറ്റുകളെ എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ എന്ത് ചെയ്യണം, കൈമാറണം. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ കൺട്രീസ് ഓഫ് കോമൺവെൽത്ത് മീറ്റ് അറ്റ് കോമൺവെൽത്ത് കൺട്രീസ്. അപ്പോൾ ഓരോ കോമൺവെൽത്ത് രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ എന്ത് ചെയ്യണം, മറ്റ് കോമൺവെൽത്ത് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തണം. ദ ഡിസ്കസ് ദ ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ദ കോമൺവെൽത്ത് things of common interest and discussions are taken. Occasionally ministers concerned with particular departments and in order to attain the problem of mutual interest in their particular field. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, ഡിസ്കസ് ദ ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ദ കോമൺവെൽത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവരെന്ത് ചെയ്യണം, ചർച്ച ചെയ്യണം. അതേ ആൾസോ തിങ്ക് അബൌട്ട് ദ കോമൺ ഇൻട്രസ്റ്റ്, പൊതുവായ താല്പര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം. ആൻഡ് ഡിസിഷൻസ് ആർ ടേക്കൺ ഒക്കേഷണലായിട്ട് എന്ത് ചെയ്യണം, തീരുമാനം എടുക്കേണ്ടതെന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഇൻചാർജായിട്ട് വരുന്ന മിനിസ്റ്റേഴ്സ് ആയിരിക്കണം. ആൻഡ് എന്തിനാണ് ഡിപ്പാർട്ട്മെൻറ്റ്സ് in order to attain the problem of mutual interest in their particular field. ഓരോ രാജ്യത്തിൻ്റെയും മേഖലയിൽ വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യണം, ആധികാരികമായിട്ടുള്ള ചർച്ചകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡും എന്ത് ചെയ്യണം, മിനിസ്റ്റേഴ്സ് നടത്തുകയും വേണം. ദ വെരി characters and constitutions of the British Commonwealth was changed with the accession of new countries like India in 1947. അപ്പോൾ ഈ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ സ്വഭാവത്തിലും ഭരണഘടനയിലും മാറ്റമുണ്ടായത് 1947 ഇന്ത്യ എന്ത് ചെയ്തപ്പോൾ കോമൺവെൽത്ത് രാജ്യത്തിൽ അംഗമായപ്പോഴാണ്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ എന്താണ് ഒരു ഡൊമിനിയന് ആ ഒരു കോമൺവെൽത്തിൽ അംഗമാകാൻ പറ്റും. 1947 ഇന്ത്യ എന്ത് ചെയ്തു, കോമൺവെൽത്തിൽ അംഗത്വം കിട്ടുന്നതോട് കൂടിയിട്ടാണ് ഇതിൻ്റെ സ്വഭാവത്തിലും ക്യാരക്ടേഴ്സിലും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എന്തുകൊണ്ടുവരാൻ കഴിഞ്ഞത്, മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞത്. ഇന്ത്യ ഈസ് എ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് വിത്ത് ആൻ ഇലക്റ്റഡ് പ്രസിഡന്റ് ആസ് ദ ഹെഡ് ഓഫ് സ്റ്റേറ്റ്. ഇന്ത്യക്കറിയാം, നമുക്ക് ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് രാഷ്ട്രമാണ് ഏതാ ഇന്ത്യ എന്ന് പറയുന്നത്. ഒരു
ഇലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡൻറ്റ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആയി പ്രവർത്തിക്കുന്നുണ്ട്. ബട്ട് ഹി ഡിസൈഡഡ് ടു കൺട്രീസ് എ അസോസിയേഷൻ വിത്ത് കോമൺവെൽത്ത്. പക്ഷേ ആ വ്യക്തിക്ക് പ്രസിഡന്റ് എന്ത് ചെയ്യാം, തീരുമാനിക്കാം എന്താണ് ഈ കോമൺവെൽത്ത് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ. ഇനി there was a unique development due to the constitutional law and history. അപ്പോൾ ഇവിടെ എന്താണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, നേരത്തെ പറഞ്ഞു ഭരണഘടനയിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഭരണഘടനയിലും ഭരണഘടനാ നിയമങ്ങളിലും ഹിസ്റ്ററിയിലും ഒക്കെ എന്താണ് മാറ്റം കൊണ്ടുവരാൻ ആർക്ക് കഴിഞ്ഞു, ഇന്ത്യക്ക് കഴിയുകയുണ്ടായി. ഇറ്റ് അക്കോമഡേറ്റഡ് ഇൻഡിപെൻഡൻറ്റ് India as a follow member. The members of the British Commonwealth agreed to block the word British from the name of the organization. ഇപ്പോൾ ഇന്ത്യക്ക് അതിനകത്ത് അംഗത്വം കിട്ടിയതോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ആ ഒരു ടൈമിൽ ബ്രിട്ടീഷ് എന്ന് പറയുന്ന വാക്ക് എന്ത് ചെയ്യാൻ, ബ്ലോക്ക് ചെയ്യുവാൻ അവർ എന്ത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത്. സോ ഇന്ത്യ സ്റ്റാറ്റസ് ആസ് എ സോവറൻ റിപ്പബ്ലിക്. ഇന്ത്യയുടെ സ്റ്റാറ്റസ് വന്നിട്ട് എന്താണ്, ഒരു പരമാധികാര റിപ്പബ്ലിക് രാഷ്ട്രമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ദോ ഇന്ത്യ ഈസ് ദ മെമ്പർ ഓഫ് ദ കോമൺവെൽത്ത് ഓഫ് നേഷൻസ്, ഷി ഡസൻറ്റ് ഓൺസ് എനി അലയൻസ് ടു ദ കിങ് ഓർ ക്യൂൻ ഓഫ് ഇംഗ്ലണ്ട്. ഇപ്പോൾ ഇന്ത്യ ഈ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ പിന്നെ ഇന്ത്യ അംഗത്വം സ്വീകരിച്ചു എങ്കിൽ പോലും എന്താണ്, ഈ ബ്രിട്ടൻ്റെ മേധാവിത്വം അല്ലെങ്കിൽ ആ ഒരു ക്യൂവിന് അല്ലെങ്കിൽ ഒരു കിങ്ങുമായിട്ടൊരു അലയൻസ് ഉണ്ടാക്കാൻ ആരും ആഗ്രഹിച്ചില്ല, ഇന്ത്യ ആഗ്രഹിച്ചില്ല. ദ സെയിം ഈസ് ദ കേസ് വിത്ത് കൺട്രീസ് ലൈക്ക് ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ആൻഡ് അതേഴ്സ്. അപ്പോൾ ഇന്ത്യയോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ മിക്ക രാജ്യങ്ങളും എന്താണ് ഈ ഒരു നിലപാട്. ഇപ്പോൾ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് അല്ലെങ്കിൽ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ ഹെഡ് കിങ് ഓർ ക്യൂൻ ബ്രിട്ടനിലെ ആണ് എങ്കിൽ പോലും അവരുടെ ഒരു അലയൻസിന് താല്പര്യം ആർക്കില്ലായിരുന്നു, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് പോലുള്ള രാജ്യങ്ങൾക്ക് ഇല്ലായിരുന്നു. So Britain's entry into the European Common Community and the European Common Market in 1972 has not changed her conditions with the members of Commonwealth of Nations. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് 1972 ബ്രിട്ടൻ എന്ത് ചെയ്യുന്നു, യൂറോപ്യൻ കോമൺ കമ്മ്യൂണിറ്റിയിലേക്കും അതുപോലെ തന്നെ യൂറോപ്യൻ കോമൺ മാർക്കറ്റിലേക്കും ആര് കടന്നു ചെല്ലുന്നത്, ബ്രിട്ടൻ കടന്നു ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ കടന്നു ചെന്നിട്ട് പോലും എന്താണ്, ഈ കോമൺവെൽത്ത് നേഷൻസിലെ മെമ്പർഷിപ്പിനോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനോ ഒരു ചേഞ്ച് ആരും കൊണ്ടുവന്നിട്ടില്ല, ബ്രിട്ടനിൽ സംഭവിച്ചിട്ടില്ല. ദ കോമൺവെൽത്ത് ഓഫ് നേഷൻസ് കൺസിസ്റ്റിംഗ് ഓഫ് 53 കൺട്രീസ് റെപ്രസെൻറ്റിംഗ് ദ തേർഡ് നേഷൻസ് ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ മൂന്നാം ലോക രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന, അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളെ എന്ത് വിളിക്കുന്നത്, മൂന്നാം ലോക രാജ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ മൂന്നാം ലോക രാജ്യങ്ങളടങ്ങുന്ന 53 രാഷ്ട്രങ്ങളാണ് ഇവിടെ അംഗമായിട്ടുള്ളത്, ഈ കോമൺവെൽത്ത് ഓഫ് നേഷൻസിൽ അംഗത്വമായിട്ടുള്ളത്. ദ കോമൺവെൽത്ത് ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് മീറ്റ് ഓൺസ് എവറി 2 years. അപ്പോൾ ഇത് കോമൺവെൽത്ത് ആയതിനു ശേഷം വർഷത്തിൽ 2 വർഷം കൂടുമ്പോൾ ഒരു തവണ എന്ത് ചെയ്യുന്നു, കോമൺവെൽത്ത് രാജ്യങ്ങളിലെ തലവന്മാർ എന്ത് ചെയ്യുന്നു, സമ്മേളിക്കുന്നു. മൊസാംബിക് ഈസ് ദ 53rd മെമ്പർ ഓഫ് കോമൺവെൽത്ത് ആൻഡ് ഫിജി ഈസ് ദ 54th. പാലസ്റ്റീൻ വാസ് സസ്പെൻഡഡ് ഫ്രം കോമൺവെൽത്ത് ഓഫ് നേഷൻസ് ഇൻ 1990. ഇന്നത്തെ 53ാമത്തെ രാജ്യം മൊസാംബിക് ആയിരുന്നു, 54ാമതായിട്ട് വന്നത് ഫിജി. എന്നാൽ പാലസ്റ്റീനെ എന്ത് ചെയ്തു, 1999 കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു, സസ്പെൻഡ് ചെയ്തു. കാരണം പാലസ്തീൻ ഇസ്രായേൽ ഇഷ്യൂ വന്നതോടുകൂടി. അപ്പം എത്രണ്ണേ ഉള്ളൂ, 53 രാജ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ 54 ഉണ്ടായിരുന്നു, 53ാമതായിട്ട് വന്നത് മൊസാംബിക് ആയിരുന്നു, 54ാമതായിട്ട് വന്നത് ഫിജി ആയിരുന്നു. എന്നാൽ 99 എന്ത് ചെയ്തു, പാലസ്റ്റീനെ സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ നിലവിൽ കോമൺവെൽത്ത് ഓഫ് നേഷൻസിൽ എത്രയും 53 രാജ്യങ്ങൾ. സോ സെവറൽ ഫാക്ടേഴ്സ് ലൈക്ക് ദ കോമൺ കമൻറ്റ്, even the seas, development of railways, establishment of telegraphic network, progress of air transport, etc. have played a major role in the evolution and survival of Commonwealth of Nations. The Commonwealth of Nations in the development അവയുടെ നിലനിൽപ്പിന് സഹായിച്ച ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് പറയാൻ കഴിയും. സീപരമായിട്ടുണ്ടാകുന്ന ഡെവലപ്മെൻറ്റ് ഓഫ് റെയിൽവേസ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ടെലിഗ്രാഫിക് നെറ്റ്വർക്ക്, എയർ ട്രാൻസ്പോർട്ടേഷനിലുണ്ടായ ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട നേട്ടമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ കഴിയുന്നു. അപ്പാർട്ട് ഫ്രം ദിസ് ദർ ഹാസ് ബീൻ എ സെറ്റ് ഓഫ് ഐഡിയാസ് which form a real and valuable contributions to the civilizations too. അപ്പോൾ അതോടൊപ്പം തന്നെ എന്താണ്,
ഒരുപാട് കോമൺ ഐഡിയാസ് എവിടേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു? ഈ കോമൺവെൽത്ത് ഓഫ് നേഷൻസിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഈ ഐഡിയാസ് വന്നതിൻ്റെ ഫലമായിട്ട് ഒരുപാട് സിവിലൈസേഷൻസ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ, രാജ്യങ്ങൾക്കിടയിൽ ഒരു ഡീപ്പ് സെൻസ് ഓഫ് ജസ്റ്റിസ് ഉണ്ടാകുന്നു. അതുപോലെ എന്താണ്, നിയമങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്താണ്, പേഴ്സണലായിട്ടുള്ള ഫ്രീഡംസിനെയൊക്കെ എന്ത് ചെയ്തു, ബഹുമാനിക്കാൻ തുടങ്ങി. അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, ഒരു ജീനിയസ് ആയിട്ടുള്ള കോംപ്രമൈസിങ് ഈ ലോകരാജ്യങ്ങൾ എന്ത് ചെയ്തു, മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ എന്താണ്, ഒരു പാർലമെൻ്ററി ഡെമോക്രാറ്റിക് സിസ്റ്റം ഈ കോമൺവെൽത്ത് ഓഫ് നേഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ആർക്ക് കഴിഞ്ഞു? ഈ അംഗരാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും എന്ത് ചെയ്യുന്നത്, കഴിയുക ചെയ്യുന്നു. ഈ ക്രൗണും കിങ്ങും തമ്മിലുള്ള വ്യത്യാസം? രാജാവിൻ്റെ ആജ്ഞയും. ക്രൗൺ എന്ന് പറയുന്നത് മേ ബി ആരും ആവാം. അതങ്ങനെ ചോദ്യം വന്നായിരുന്നു, നമ്മൾ അതങ്ങനെ ഡിഫൈൻ ചെയ്യും. ക്രൗൺ എന്ന് പറയുന്നത് അവിടുത്തെ ഹെഡാണ്, ഒഫീഷ്യൽ ഹെഡാണെന്ന് പറയും നമ്മൾ ക്രൗൺ. അത് കിങ് ആവാം, അങ്ങനെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ ആരാവാം, ക്യൂൻ ആവാം. അവിടുത്തെ ഒഫീഷ്യൽ ഹെഡ് ഓഫ് ദി ബ്രിട്ടൻ്റെ ഒഫീഷ്യൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് അല്ലെങ്കിൽ നോമിനൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആണ് ക്രൗൺ എന്ന് പറയുന്നത്. അത് ഇറ്റ് മേ ബി ക്യൂൻ ഓർ കിങ്, രാജാവും ആവാം, അത്രയുള്ള ചാൻസ്. അപ്പോൾ അത്